പറ്റൂല മോനെ, ഡയർ എന്ന് പറഞ്ഞ ഡയറാണ്, അത് നീ ചെയ്തേ പറ്റുള്ളൂ. മര്യാദക്ക് ഇപ്പം നീ ശ്രുതിയുടെ റൂമിൽ പോയിട്ട് അവളെ ഇഷ്ടമെന്ന് പറയണം. എടാ അത് വേണോ? അവളുടെ റൂമിൽ ഇപ്പോൾ പിള്ളേരെല്ലാം കാണും, പോയാൽ അടി കിട്ടൂലേ? ആ, അതൊക്കെ ഡയർ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. എന്തേലും ഇപ്പം എൻ്റെ പൊന്നുമോൻ പോ. ഓ, ഞാൻ ദേ പോയി. ഇവൻ ഇതുവരെ പോയില്ലേ? ഇവനെ ഞാനിന്ന് ശരിയാക്കും. ഇച്ച, ഇച്ചനായിരുന്നോ? എന്ത് ഈ സമയത്ത് ഇവിടെ? ആരെങ്കിലും കാണും, പോ. ഐ വോണ്ട് യു നൗ. എനിക്ക് നിന്നെ വേണം, നീയില്ലാതെ എനിക്ക് പറ്റില്ല. പ്ലീസ്, പ്ലീസ്, എന്നെ എന്നെ തടയരുത്. 지금 우린 함께 할 수 있을까? Baby, 네 눈을 보면 알 수 있을까? ഇവിടെയെങ്ങും ആരും ഇല്ലേ? ശ്രുതി, ശ്രുതി. ഓ, എല്ലാവരും അപ്പുറത്തായിരിക്കും. കൂട്ടത്തോടെ വന്നടിക്കാനുള്ള പ്ലാൻ ആയിരിക്കും. ദൈവമേ കാത്തോണേ. ജിമനെ, നീ എന്തിവിടെ? എടാ, ഇവിടെ ആരും ഇല്ല, എല്ലാരും അപ്പുറത്താണ്. അവരെല്ലാരും ഫ്രണ്ട്സിന്റെ കൂടെ പോയി. നീ എന്താ ഇവിടെ? അത് പിന്നെ ശ്രുതി, പ്ലീസ് നോന്ന് മാത്രം പറയരുത്. If you want a Christmas day, I can give you a cup of cocoa. Even if it was cold, babe, don't worry, I'll be there for you. Every night I see you falling down there, baby, you might feel like hurting, hiding down there, and so much worries you were holding inside of you. The scars and tears will dry by. You'll be fine, don't worry. ജിമനെ, നീ ഇപ്പം എന്താ ചെയ്തേ? അത് ശ്രുതി, പ്ലീസ് നോന്ന് മാത്രം പറയരുത്. ഐ ലവ് യു സോ മച്ച്. My Christmas stands for you. 내가 항상 네 곁에 있어줄 순 없지만 내 안의 생각을 해주길 바래. 눈을 감고 잘 들어봐, 약속해, 늘 여기 있을게. 날 위한 선물 하나 준비했어. 비록 남들처럼 근사한 건 아니지만 서툴지만 빼곡한 편지와 snowball. 내 크리스마스 기억해줘. You'll be fine. ഓ, അങ്ങനെ നമ്മളിവിടെ വന്നിട്ട് ഒരു വർഷമായി. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോടാ? എടാ, ഞാൻ ഇപ്പം ആരാവേ, കാരണം അവന് ഇന്നും കൂടെ ഉള്ളെന്ന്. ഇത് കഴിഞ്ഞാൽ പിന്നെ അവന് സപ്ലൈ എഴുതാൻ വന്നാൽ മതി പോലും. അവൻ എന്നെ അവിടെ ക്ലാസ് റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഞാനത് പോയിട്ട് വരാം. ആ, പോയിട്ട് വാ. ഞാനിതിപ്പോൾ എവിടെ പോയി? തോന്നാ മനുഷ്യ, നിങ്ങൾ എന്നെ പീഡിപ്പിച്ച് കൊന്നോളാന്ന് വല്ല നേർച്ചയുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ലല്ലോ. എനിക്കൊരു കിസ് തന്നാൽ മതി, ഞാൻ പൊക്കോളാം. കിസ്സും വാങ്ങിയൊന്നുമില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി അത് മതി. പോയ അവിടുന്ന്. അപ്പം എല്ലാം പറഞ്ഞ പോലെ, അതായത് ഇനി ഇത് കഴിയുമ്പം ഫ്യൂച്ചർ PG എടുക്കാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങ് വന്നേക്കണം ചെന്നൈക്ക്, ഞാനവിടെ കാണും. അതെല്ലാം ഓൾറെഡി പറഞ്ഞതല്ലേ, നമ്മൾ ഇത് കഴിയുമ്പോൾ PG ചെയ്യാൻ ചെന്നൈക്ക് പോകാം. അതേം അവിടെ ജോലി സെറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ ഒന്നിച്ച് നിൽക്കാമെന്നൊക്കെ. പിന്നെന്താ? അല്ല, പ്ലാനിൽ വല്ല മാറ്റം ഉണ്ടെങ്കിൽ അറിയിക്കണം.
എനിക്ക് സാറിനെ വീട്ടിൽ വന്ന് പൊക്കിയെടുത്തോണ്ടെങ്കിൽ പോരാനാ. പ്ലാനിൽ മാറ്റമൊന്നുമില്ല. ഞാൻ വരാം. ചെന്നൈ അല്ലേ? ആ എന്നാ ഇപ്പോൾ ഒരു കേസ് തന്നിട്ട് നീ പോയിക്കോ. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു പോവുള്ളൂ. നിക്ക്, ഞാൻ തരാം. ഏയ്, ആരെങ്കിലും കാണും. എന്താ ഈ ചെയ്യുന്നേ? എടാ നീ കേക്ക്, ആരും ഇല്ല ഇവിടെ എങ്ങും. നീ സമാധാനമായിട്ടിരിക്കേ. You know, I think I'll tell you the story of my life. I want to hear too. I was born in Animus, North Dakota, a long time ago, see? And now I'm lucky enough to be here with you. Yeah, but what happened to the big tree? Yeah, what else happened? ലാ 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 ലാ. എന്താ അത്? ഓഹോ, അപ്പൊ കോളേജ് മുഴുവൻ വിറപ്പേച്ച് നടന്ന ഗുണ്ട ഗേ ആയിരുന്നല്ലേ? പോരാത്തന്നെ അവനൊരു ബോയ് ഫ്രണ്ടും ഉണ്ടോ അവിടെ? ഇതങ്ങനെ വെറുതെ വിട്ടാൽ ശരിയല്ലല്ലോ. കഴിഞ്ഞ തവണ ഇവനെ റാങ്ക് ചെയ്തേനല്ലേ ജസ്റ്റിനെ എനിക്കിട്ട് അടിച്ചത്. കാണിച്ചു തരാം. എന്നിട്ട് എന്താ സംഭവിച്ചേ? പിന്നെ കായ് അത് ആരോടെങ്കിലും പറഞ്ഞോ? അത് 2024 2014 അന്ന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ആ കായ് അവൻ പറയേണ്ട അടുത്ത് ചെന്ന് പറഞ്ഞു. കുറച്ച് സമയത്തിന് ശേഷം എന്തോ പ്രിൻസിപ്പൽ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ വിയും ജെയ്ക്കയും അവസാനമായിട്ട് എൻ്റെ അടുത്തുനിന്ന് പോയത്. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ അറിയണം. അതിൻ്റെ ബാക്കിയാണ് നിങ്ങൾ അറിയേണ്ടത്. എടാ വി, നിന്നെ പ്രിൻസിപ്പൾ വിളിക്കുന്നുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. നിന്റെ പാരൻസ് വന്നിട്ടുണ്ട്. സോ അവരെന്തിനു ഇപ്പം വന്നത്? എന്തായാലും ഞാൻ പോയി നോക്കട്ടെ. മോൻ ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് അല്ലേ, അത് പറയാനാവും. വന്നല്ലോ സ്വവർഗാനുരോഗികളായ മക്കൾ. നിങ്ങൾക്കൊന്നും പറയാനില്ലായിരിക്കില്ലേ? അതെങ്ങനെയാ, വീട്ടിൽ നിന്ന് വളർത്തി വിട്ടതല്ലേ? ഇതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും പഠിച്ചത്. സർ, മാന്യമായിട്ട് സംസാരിക്കണം. ഞങ്ങൾ നല്ല കുടുംബത്തിൽ പിറന്നവരാ. എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല. ആഹാ, അല്ലേ ഇപ്പം എൻ്റെ മോനായ കുറ്റക്കാരൻ? എൻ്റെ മോനെന്നല്ല, നിങ്ങളുടെ മോനാണ് എൻ്റെ മോനെ കയ്യും കാലും കാണിച്ച് ഓരോന്ന് വളച്ചെടുത്തത്. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ നിങ്ങളിവിടെ തല്ലുണ്ടാക്കാനല്ല വിളിച്ചത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഈ കോളേജിന് ഒരു അന്തസ്സൊക്കെ ഉണ്ട്. അത് കളയുന്ന രീതിക്ക് ഇത്ര പ്രകൃതിവിരുദ്ധമായ കാര്യങ്ങൾ ഈ കോളേജിൽ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഇതാ 2 മകളുടെയും TC എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇപ്പൊ എടുത്തോണ്ട് പോയിക്കോണം. ഐ ആം റിയലി സോറി സർ. അത് അവനെക്കുറിച്ച് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. സോറി സർ. എൻ്റെ മോനെ കൊണ്ടും ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. മക്കളുടെ TC അടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പൊ ഇവരെ കൂട്ടിക്കൊണ്ടു പോകണം. ഞാനിത് ഇപ്പോഴും പോലീസിൽ പറയാതിരിക്കുന്നത് എനിക്ക് നിങ്ങളോടുള്ള പേഴ്സണൽ ആയിട്ടുള്ള അടുപ്പം കൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഇനി ഇവരെ ഇവിടെ പഠിപ്പിക്കാൻ നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇനി ഏതൊക്കെ റെക്കമെൻഡേഷൻ കൊണ്ടുവന്നാലും ഇവരെ ഇനി ഇവിടെ പഠിപ്പിക്കാൻ നടക്കില്ല. ഈ കോളേജിൽ പഠിക്കുന്ന ബാക്കി കുട്ടികളുടെ അവസ്ഥ എന്താ? ഇവരെ കണ്ടല്ലേ അവര് പഠിക്കുക. എന്തൊക്കെ വന്നാലും എനിക്ക് ഈ കോളേജിലുള്ള ബാക്കി കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കിയേ പറ്റുള്ളൂ. ഇവരുടെ കൂടെ ഉണ്ടല്ലോ 2 എണ്ണം. അവരെ കൂടി നോക്കിയാൽ അറിയാം അവരെങ്ങനെയാന്ന്. നിങ്ങളുടെ മക്കൾക്ക് ഭ്രാന്തല്ല, അതിലും കൂടി എന്തായിട്ടാ. ആദ്യം കൊണ്ട് വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ കാണിക്കാൻ നോക്ക്. അവര് മക്കളുടെ TC വാങ്ങിച്ച് പിന്നീടൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാറിൽ